സീരിയൽ പ്രേമികളുടെ ഇഷ്ടപരമ്പരകളിൽ ഒന്നാണ് കുടുംബശ്രീ ശാരദ. അപ്രതീക്ഷിത വഴിത്തിരിവുകളുമായി മുന്നേറുകയാണ് ഇപ്പോൾ പരമ്പര. നായക കഥാപാത്രമായ വിഷ്ണുവിന്റെ വിയോഗത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ആരാധകർ. സീരിയൽ പ്രേമികളുടെ പ്രിയ താരമായ പ്രബിനായിരുന്നു വിഷ്ണുവിനെ അവതരിപ്പിച്ചത്. ഗുണ്ടായിസമടക്കം വ്യത്യസ്ത രൂപഭാവങ്ങളിലായി വിഷ്ണു ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുകയായിരുന്നു. ശാലിനിയുമായിട്ടുള്ള പ്രണയവും വിവാഹവും പിന്നീടുള്ള ജീവിതവുമാണ് പരമ്പരയെ നയിക്കുന്നത്. വിഷ്ണു ഇടയ്ക്ക് വെച്ച് പരമ്പരയിൽ നിന്നും അപ്രത്യക്ഷനാവുകയായിരുന്നു. വിഷ്ണുവിന് എന്താണ് സംഭവിച്ചത്, ഇനി വരില്ലേ എന്ന ചോദ്യം നിരന്തരമായി കേൾക്കുന്നുണ്ടായിരുന്നു പ്രബിൻ. കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ പ്രബിൻ ഇതേക്കുറിച്ച് സംസാരിച്ചത്. പ്രോപ്പറായി എനിക്കൊരു ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ. ഞാൻ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നു. എന്തെഴുതണം എന്നറിയില്ല. ഒരുപാട് വേദനയുണ്ട്. എങ്കിലും ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞാൻ ഭാഗ്യം ചെയ്ത ആൾ തന്നെയാണ്. എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും എനിക്ക് വാക്കുകളില്ല. വിഷ്ണു എന്ന കഥാപാത്രം വിട്ടുപിരിയുന്നതിൽ ഒരുപാട് വേദനയുണ്ട് എനിക്ക്. പല രാത്രികൾ എനിക്ക് ഉറക്കം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ എന്നെ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുന്ന സഹോദരന്മാർ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാർ, വിഷ്ണു എന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ട കുരുന്നു കുട്ടികൾ, ഇവരുടെയെല്ലാം വിഷമങ്ങൾ കേട്ട് ഒരുപാട് സങ്കടം തോന്നി. വിഷ്ണുവിനെ വളർത്തിയത് നിങ്ങൾ പ്രേക്ഷകരാണ്. നിങ്ങൾ തന്ന പിന്തുണയാണ് എനിക്കും കുടുംബശ്രീ ശാരദയിലെ അണിയറ പ്രവർത്തകർക്കും വിഷ്ണു എന്ന കഥാപാത്രത്തിന് കുറച്ചെങ്കിലും നീതി പുലർത്താൻ സാധിച്ചത്. കുടുംബശ്രീ ശാരദയിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ ഓർത്തു പോകുന്നു. ഒരുപാട് നന്ദി. വിഷ്ണുവിന് നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഇനിയും പല കഥാപാത്രങ്ങളായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരും. അത് നല്ലതാണെങ്കിൽ മാത്രം, നിങ്ങളെ എൻ്റർടൈനർ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിഷ്ണു എന്ന കഥാപാത്രത്തിന് കൊടുത്ത പിന്തുണ നരേൻ എന്ന കഥാപാത്രത്തിനും ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, നരേൻ ജനിച്ചത് കൊണ്ടല്ല വിഷ്ണു മരിച്ചത്. വിഷ്ണു മരിക്കും എന്നുറപ്പായതുകൊണ്ടാണ് നരേൻ ജനിച്ചത്. നന്ദി. സ്നേഹിച്ചവർക്കും കുറ്റപ്പെടുത്തിയവർക്കും കൂടെ നിന്നവർക്കും. മഹാ എപ്പിസോഡിലൂടെയായിരുന്നു വിഷ്ണുവിൻ്റെ മരണം കാണിച്ചത്. ഇനി അങ്ങോട്ട് ഈ ക്യാരക്ടർ ഇല്ല. തികച്ചും പേഴ്സണലായിട്ടൊരു കാരണം കൊണ്ടാണ് ഈ പരമ്പരയിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചത്. കഥ ഇങ്ങനെയായിരുന്നു എന്നത് എനിക്കറിയില്ലായിരുന്നു. റേറ്റിംഗിൽ മുന്നിലായതിനാൽ പരമ്പര അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. സിനിമയിലേക്ക് പോകാൻ വേണ്ടിയല്ല ഞാൻ ഈ തീരുമാനമെടുത്തത്. വ്യക്തിപരമായി ആരോടും വിഷയമില്ല. എൻ്റെ തീരുമാനത്തെക്കുറിച്ച് സഹപ്രവർത്തകർക്കെല്ലാം അറിയാം. അതെനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ ആ തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. വേറെ വഴി എനിക്കില്ല. ഒരു വർഷം കഴിഞ്ഞാൽ ഇറങ്ങണമെന്ന് അന്നേ ഞാൻ തീരുമാനിച്ചതാണ്. അതിലെനിക്ക് കുറ്റബോധമൊന്നുമില്ല. പക്ഷേ ആ ക്യാരക്ടർ വിട്ടുപോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ടെന്നായിരുന്നു പ്രബിൻ വിശദീകരിച്ചത്. തൻ്റെ മനസ്സിൽ അത്രയധികം നിറഞ്ഞു നിന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു വിഷ്ണു. കാരണം എനിക്ക് എൻ്റെ ഈ ഒരു ഇത്ര ആരാധകരുടെ സ്നേഹം നേടിത്തന്നതും വിഷ്ണു എന്ന കഥാപാത്രം തന്നെയാണ്. അതുകൊണ്ട് വിഷ്ണുവിൽ നിന്ന് മാറുന്നതിൽ തനിക്ക് വിഷ്ണു എന്ന കഥാപാത്രം കുടുംബശ്രീ ശാരദയിൽ ഇല്ല എന്നറിയുമ്പോൾ തങ്ങൾക്ക് ആ പരമ്പര കാണാൻ പോലും തോന്നുന്നില്ല എന്നൊക്കെയായിരുന്നു പല പ്രേക്ഷകരുടെയും അഭിപ്രായം. കാരണം കുടുംബശ്രീ ശാരദയിൽ ഏറ്റവും ഹൈലൈറ്റായി നിന്നത് വിഷ്ണു എന്ന നായക കഥാപാത്രം തന്നെയാണ്.